എല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. കൈക്കും കഴുത്തിനും എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോവിന്ദ മാഷ് തൊണ്ടയിടറിക്കൊണ്ട് പറയുകയാണ് കേട്ടോ. എൻ്റെ തൊണ്ടയും ഇടറുകയാണ്, അതുകൊണ്ടാണ് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത്. പാവം ഗോവിന്ദ മാഷ്, ഇതേവരെ നിങ്ങൾ ഗോവിന്ദ മാഷ് ഇങ്ങനെ പറയുന്നത് കേട്ടില്ലല്ലോ. അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ നടന്ന ഒരുപാട് അനാസ്ഥകളുണ്ടായി അല്ലേ. 9 വയസ്സുകാരിയായ വിനീതയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഹർഷീലയുടെ വയറ്റിൽ കത്രിക, മറ്റേ ഉഷയുടെ വയറ്റിൽ കത്രിക, ഒരു ശസ്ത്രക്രിയ നടത്തിയ സ്ത്രീയുടെ കഴുത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയത്, പിന്നെന്തൊക്കെയാണ്, കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് പൊളിക്കേണ്ട ഒരു കെട്ടിടം പൊളിക്കാതെ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിലേക്ക് രോഗി കൂട്ടിരിപ്പുകാരൊക്കെ പറഞ്ഞയച്ച് ആ കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് ഒരു പാവം വീട്ടമ്മ മരിച്ച സംഭവം. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ അല്ലേ. അപ്പോഴൊന്നും ഗോവിന്ദ മാഷിന്റെ തൊണ്ടയിടറി നമ്മൾ കണ്ടിട്ടില്ല. ഗോവിന്ദ മാഷിന്റെ തൊണ്ടയിടറി നമ്മൾ കണ്ടിട്ടേയില്ല. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗോവിന്ദ മാഷിന്റെ തൊണ്ട ഇടറി ഒന്നുകൂടി നമുക്ക് കേൾക്കേ. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ്. ഗോവിന്ദ മാഷ് പുതിയൊരു വിവരം തരികയാണ്. കൈയും കഴുത്തും പിടിച്ചു തിരിച്ചു. അങ്ങനെ ഒരു ദൃശ്യം നമ്മളാരും കണ്ടിട്ടില്ല. അവിടെ നിരവധിയായ വീഡിയോ ഗ്രാഫർമാരുണ്ടായിരുന്നു, പത്ര റിപ്പോർട്ടർമാർ പോട്ടെ, പത്ര ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു, വീഡിയോഗ്രാഫർമാരുണ്ടായിരുന്നു, ഈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകളുണ്ടായിരുന്നു. എവിടെയും വീണ ജോർജിന്റെ അരികേക്ക് പോലും ഒരു 2-3 മീറ്റർ അകലെയാണ് KSU പ്രതിഷേധക്കാരൊക്കെ നിന്നത്. പക്ഷെ ഗോവിന്ദ മാഷ് കണ്ടു. ഗോവിന്ദ മാഷ് എന്താ കണ്ടത്? കഴുത്ത് പിടിച്ചു തിരിച്ചു. ഗോവിന്ദ മാഷ് പറയുന്നത് കഴുത്ത് പിടിച്ച് തിരിച്ചു. എനിക്ക് തെറ്റിയില്ലല്ലോ, അങ്ങനെ തന്നെയല്ലേ? കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. അവിടുന്ന് കിട്ടിയ വിവരം കയ്യും കഴുത്തും പിടിച്ചു തിരിച്ചു എന്നൊക്കെയാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യേ, ഈ മുദ്രാവാക്യം വിളിച്ചാൽ ആകെ നമ്മൾ കണ്ടത് KSUക്കാർ മുദ്രാവാക്യം വിളിക്കുന്നു, കരിങ്കൊടി വീശുന്നു. 5 പേരാണ് അവരുണ്ടായിരുന്നത്. ഈ 5 KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും കരിങ്കൊടി വീശുകയും ചെയ്താൽ വീണ ജോർജിന്റെ കഴുത്തിന് എങ്ങനെയാണ് പരിക്ക് പറ്റുക? എനിക്കിപ്പോഴും മനസ്സിലാകുന്നുണ്ട്. അതൊരു വൻ മിസ്റ്ററിയാണ് അല്ലേ. ഒരു വിസ്മയമാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി ഹാരിസ് അറബിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചിത്രസഹിതമാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തത്, മന്ത്രി വീണ ജോർജിന്റെ വാഹന വ്യൂഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. 2, കാറിൽ നിന്നും മന്ത്രി ഇറങ്ങുന്നു, കയ്യിൽ ഡയറിയുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണേ. 3, റെയിൽവേ സ്റ്റേഷനിലെ മുഖ്യ കവാടം വഴി മന്ത്രിയും പോലീസ് സംഘവും ഉദ്യോഗസ്ഥരും അകത്തേക്ക് കയറുന്നു. കണ്ടല്ലോ. മന്ത്രിയെ പോലീസ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നു. മന്ത്രി മാറാൻ തയ്യാറാകാതെ ഇരുന്നത് കൊണ്ട് VIP സുരക്ഷാ മാനുവൽ അനുസരിച്ച് പോലീസ് മന്ത്രിയെ ബലം പ്രയോഗിച്ച് പുറകിലേക്ക് തള്ളുന്നു. അതെ, മന്ത്രിയാണ് ഇങ്ങനെ ഈ കരിങ്കൊടിക്കാർക്ക് നേരെ അല്ലെങ്കിൽ KSU പ്രക്ഷോഭകർക്ക് നേരെ ഇങ്ങനെ ഇരച്ചു വരുന്നത്, ആക്രമിക്കുന്നു, ഈറ്റപ്പുലിയെ പോലെ ചാടി വരുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ പോലീസുകാർ ഇവരെ മാറ്റി നിർത്തുകയാണ്. അവിടെ വെച്ചും മന്ത്രി KSUക്കാർക്ക് നേരെ ചീറി അടുക്കാൻ ശ്രമിക്കുന്നു. 6, യൂണിഫോം ഇട്ടതും അല്ലാത്തതുമായ ഉദ്യോഗസ്ഥർ മന്ത്രിയെ പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നു. 7, 3 മിനിറ്റ് പോലും കഴിയും മുമ്പ് മന്ത്രി 1-ാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. പുറകെ വന്ന പ്രാദേശിക ചാനൽ ക്യാമറാമാൻമാരോട് ചിരിച്ചുകൊണ്ട് ചൊറിയുന്നു. ഇതും നമ്മൾ കണ്ടതാണ്. അതായത് ഈ 3-ാം പ്ലാറ്റ്ഫോം കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് 1-ാം പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി ഇങ്ങനെ എസ്കലേറ്റർ ആണെങ്കിലും എന്തൊക്കെ കയറി മറിഞ്ഞിട്ട് നടന്ന് 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നവരെ പ്രശ്നമൊന്നും ഇരിക്കട്ടോ. അതിൻ്റെ ഇടയിൽ പത്രക്കാരോടൊക്കെ മന്ത്രി കുശല പ്രശ്നമൊക്കെ നടത്തുന്നുണ്ട്, വളരെ ചിരിച്ചിട്ട്. 3 മിനിറ്റ് പോലും കഴിയും മുമ്പ് മന്ത്രി 1-ാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. പുറകെ വന്ന പ്രാദേശിക ചാനൽ ക്യാമറാമാൻമാരോട് ചിരിച്ചുകൊണ്ട് ചൊറിയുന്നു എന്നൊന്നും പറയരുത്. അത് ഹാരിസ് അറബി ഒന്ന് ചൊറിഞ്ഞതല്ല, വർത്തമാനം പറയുന്നു. ഡ്യൂട്ടി ഓഫീസർ ചാനൽ ക്യാമറാമാൻമാരോട് തിരികെ പോകാൻ പറയുന്നു. അടുത്തത്, എസ്കലേറ്റർ വഴി മന്ത്രിയും സംഘവും 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ നടന്നു വരും നമ്മൾ കണ്ടു.
9 ഇതേ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ഷംസീർ പുറകെ എത്തുന്നു. അപ്പോഴാണ് കളി മാറുന്നത്. അപ്പൊ ഇതിന്റെ സൂത്രധാരൻ, എല്ലാ നാടകത്തിലും ഒരു സൂത്രധാരൻ ഉണ്ടാവും. സൂത്രധാരനാണ് നാടകം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഇത്രയും കാര്യങ്ങള് വരെ വീണ ജോർജിന്റെ കഴുത്തിന് ഒരു പരിക്കുമില്ല, ഒരു പ്രശ്നമില്ല. വീണ ജോർജ് ഫുൾ ഹാപ്പി ആയിട്ട് ഈ സമരക്കാർക്ക് നേരെ ഇങ്ങനെ എന്താ പറയാ ഈറ്റപ്പുലിയെ പോലെ ഇരച്ച് ചാടിയതിന്റെ ഒരു ത്രില്ലിലാണ് അവരിങ്ങനെ എന്ത് ചെയ്യുന്നത്. അവരിങ്ങനെ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വരുന്നത്. ഇതേ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ഷംസീർ പുറകെ എത്തുന്നു. ഷംസീർ ചില ഉപദേശങ്ങൾ നൽകുന്നു. അതാണ് ഷംസീർ ഈ നാടകം ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഷംസീറിന്റെ വക ചില ഉപദേശങ്ങൾ. അതോടെ വീണ ജോർജിന്റെ കഴുത്തിൽ വേദന തുടങ്ങുന്നതായി കാണുന്നു. ഷംസീർ ഇങ്ങനെ പറഞ്ഞതിന്റെ ഇടക്കാണ് വീണ ജോർജ് കഴുത്ത് ഇങ്ങനെ പിടിക്കുന്നത്. ഷംസീർ പറഞ്ഞു, നല്ലോണം അമർത്തി പിടിച്ചോ, അമർത്തി പിടിക്ക്, ഇങ്ങനെ പോരാ, നന്നായി പിടിക്ക് എന്ന് ഷംസീർ പറഞ്ഞു കൊടുക്കുകയാണ്. അതോടെ വീണ ജോർജിന്റെ കഴുത്തിൽ വേദന തുടങ്ങുന്നതായി കാണുന്നു. അതുവരെ കഴുത്തിൽ തടവാത്ത വീണ ജോർജ് കഴുത്തിൽ തടവാൻ തുടങ്ങുന്നു. അപ്പൊ വീണ ജോർജ് കഴുത്തിൽ തടവാൻ തുടങ്ങുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ പെടലി ചിലപ്പോൾ വെട്ടാറുണ്ട്, അല്ലെങ്കിൽ പെടലിക്ക് ആരെങ്കിലും എന്താ പറയാ തട്ടിയാലോ കുത്തിയാലോ പിടിച്ചാലോ ഒക്കെ എന്താണ്, അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒന്ന് തടവുമല്ലേ, കഴുത്തിന് എന്തും പറ്റിയാലും നമ്മൾ തടവും അല്ലെങ്കിൽ അവിടെ പിടിക്കും, ഇങ്ങനെയൊക്കെയാണ് സാധാരണ സംഭവിക്കാം. പക്ഷെ ഇത് 3ാം പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് KSUക്കാര് ഗോവിന്ദ മാഷ് പറഞ്ഞമാരെ കഴുത്ത് പിടിച്ച് ഓടിച്ചു തിരിച്ചു നോക്കിയാണല്ലോ. അപ്പൊ ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം കഴുത്തൊന്നും പ്രശ്നമില്ല. അങ്ങനെ നടന്ന് പത്രക്കാരുടെ ഒക്കെ ചില പ്രശ്നങ്ങൾക്ക് ശേഷം എസ്കലേറ്റർ കയറി 1ാം പ്ലാറ്റ്ഫോമിൽ എത്താൻ ഒരു 4-5 മിനിറ്റ് കഴിയും. 4-5 മിനിറ്റ് പോരാ, എസ്കലേറ്ററിൽ കയറിയാൽ തന്നെ 1ാം പ്ലാറ്റ്ഫോമിൽ എത്താൻ എനിക്ക് തോന്നുന്നു 6-7-8 മിനിറ്റ് എടുക്കും. അത്രയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഷംസീർ വന്ന് സംസാരിച്ചതോടെയാണ് വീണ കഴുത്തിങ്ങനെ തൊടാൻ തുടങ്ങിയത്. ഷംസീറിന്റെ തിരക്കഥ, ഷംസീറെ കലക്കി മോനെ കലക്കി, ഇങ്ങനെ വേണം. അപ്പൊ ഷംസീറാണ് ഇതിന്റെ സൂത്രധാരൻ. എന്നിട്ട് അതുവരെ കഴുത്തിൽ തടവാത്ത വീണ കഴുത്തിൽ തടവാൻ തുടങ്ങുന്നു. ആരെയൊക്കെയോ വിളിച്ച് ഷംസീർ നാടകം കൊഴുപ്പിക്കുന്നു. ഷംസീർ ഉടനെ തന്നെ വേറെ ആരൊക്കെയോ വിളിക്കുകയാണ്. നാറിയാലും വീണ ജോർജ് അല്ലേ എന്നാകും ഷംസീർ. ഈ നാടകം പൊളിഞ്ഞു പോയാലും വീണ ജോർജിനല്ലേ പരിക്ക് പറ്റുക എന്നാണ് ഷംസീറിന്റെ ഒരു കുടില ചിന്ത കേട്ടോ. അതിന് വേറെ ചില കാരണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ആ കാരണങ്ങൾ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട. അതീവ വേദന കൊണ്ട് മന്ത്രി പുളയുന്നു. അതോടെ മന്ത്രി പഴയ മോണോ ആക്ട് താരമാണല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അഭിനയ വിദഗ്ധയാണ്. അഭിനയ എന്താ പറയാ കലാതിലകമൊക്കെയാണ് മന്ത്രി. അപ്പൊ മന്ത്രി കഴുത്തിൽ ഇങ്ങനെ തടവി പുളയാൻ തുടങ്ങുന്നു. 12 മന്ത്രിയെ ആക്രമിച്ചോ എന്ന് ചോദിച്ച് പത്രക്കാർ മൈക്കുമായി വരുന്നു. സീൻ മുഴുവൻ കണ്ട പത്രക്കാർക്ക് മുമ്പിൽ മന്ത്രി ചൂടുന്നു. അപ്പോഴത്തേക്കാണ് പത്രക്കാര് മൈക്കുമായി വരുന്നു. എന്താ സംഭവിച്ചത്? ഈ പത്രക്കാർ മുഴുവൻ കണ്ടതാണല്ലോ. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കണ്ടത് പത്രക്കാരാണ്, മാധ്യമപ്രവർത്തകരാണ്. അവര് വളരെ കൃത്യമായി കണ്ടതാണ് ഈ വീണ ജോർജിന്റെ അടുത്തേക്ക് സമരക്കാരും പ്രതിഷേധക്കാരും എത്തിയിട്ടില്ല എന്ന്. പക്ഷെ ഇവര് വീണ ജോർജിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഇവരെ കണ്ടപ്പോൾ തന്നെ വീണ ജോർജ് ആകെ ചൂടി. കാരണം നേരത്തെ ഇവർ കണ്ടിക്കണല്ലോ, ഒന്നും സംഭവിച്ചില്ല എന്ന്. ഇനിയിപ്പോ ഇവരോട് എങ്ങനെയാ പറയാ, കഴുത്ത് പിടിച്ച് ഒടിച്ചു എന്നൊക്കെ എങ്ങനെയാ പറയാ? ഗോവിന്ദ മാഷിക്ക് പിന്നെ എന്തും പറയാലോ. 49 ട്രെയിൻ അങ്ങോട്ട്, 59 ട്രെയിൻ ഇങ്ങോട്ട്, ഇവിടുന്ന് അപ്പം വിറ്റ് അവിടുന്ന് പൈസ വാങ്ങി, ഇവിടുന്ന് അപ്പം വിറ്റ് അവിടുന്ന് പൈസ വാങ്ങി. ഇതൊക്കെ സൈദ്ധാന്തിക താത്വിക വിശകലനം നടത്തുന്ന ഗോവിന്ദ മാഷിക്ക് എന്തും പറയാം. ഗണപതി മിത്താണെന്നും പറയാം, അള്ളാഹു മിത്തല്ല എന്നും പറയാം. ഇങ്ങനെ ഈ ഗോവിന്ദ മാഷിന്റെ കാര്യം നമുക്ക് അവിടെ വിടാം. അങ്ങനെ മന്ത്രിയെ ആക്രമിച്ചോ എന്ന് ചോദിച്ച പത്രക്കാർ മൈക്കുമായി വരുന്നു. സീൻ മുഴുവൻ കണ്ട പത്രക്കാർക്ക് മുമ്പിൽ മന്ത്രി ചൂളുന്നു. ഉടൻ ഷംസീർ ഇടപെട്ട് അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ ഷംസീർ പറയാണ് അവർക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് മന്ത്രി എന്തേലും പറഞ്ഞ് തിരക്കഥ പൊളിയാകും. കാരണം മന്ത്രിയെ അടക്കം പറഞ്ഞാൽ മൂപ്പരുടെ തിരക്കഥ പൊളിഞ്ഞു പോകുമല്ലോ. വീണ ജോർജ് അഭിനയ പ്രതിഭയാണെങ്കിലും തിരക്കഥ ഉണ്ടാക്കാൻ മോശമാണ്. തിരക്കഥ ഉണ്ടാക്കാൻ നമ്മളെ ഷംസീറിനെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ. ഷംസീർ ഉണ്ടാക്കിയ തിരക്കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഴൽനാടൻ കൊടുത്ത ഒരു നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം അലക്കി വിളിപ്പിച്ച ആളാണ് ഷംസീർ. അപ്പൊ ഷംസീറിന് വളരെ കൃത്യമായി തിരക്കഥ എഴുതാൻ അറിയാം. പക്ഷേ EMക്ക് അത് അറിയില്ല. ആർക്ക്? വീണ ജോർജിന് അത് അറിയില്ല. അപ്പോൾ സംസാരിക്കരുതെന്ന് ഷംസീർ പറയുന്നുണ്ടേ. അടുത്തത്, നടന്ന് 3ാം പ്ലാറ്റ്ഫോമിൽ എത്തിയ മന്ത്രിയെ വൈദ്യുത വാഹനത്തിലാണ് തിരികെ കൊണ്ടുപോകുന്നത്. കട്ട്. ഇനി ക്യാമറ ആശുപത്രിയിലാണ്. അല്ല, ഇവിടെ ഹാരിസ് അറബി കാണാതെ പോയൊരു കാര്യം ഞാൻ കണ്ടു. അതെന്താണെന്നറിയോ? നിങ്ങൾ എന്താ പറയുക, ഓൺലൈനിൽ ഉണ്ടാവും. ആ ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ ഏറ്റവും വലിയ രസമുണ്ട്.
ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഷംസീറിന്റെ തിരക്കഥ അനുസരിച്ച് മന്ത്രി ഇങ്ങനെ ഓവർ ആക്ടിങ് ആണ്, കഴുത്ത് ഇങ്ങനെ പിടിച്ചും കണ്ട് ഇങ്ങനെ തടവുന്നു, ഓവർ ആക്ടിങ് ആണേ. അപ്പോഴാണ് ഷംസീർ മുഖ്യമന്ത്രിയുടെ ഫോൺ കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയാണ് നമ്മൾ വിചാരിക്കുന്നു ഒരു ഫോൺ, കാരണം അപ്പം വീണ ജോർജ് ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ വീണ ജോർജ് ബഹുമാനം കൊണ്ട് എണീറ്റ് നിൽക്കുകയാണേ. അപ്പോൾ ഈ ഫോണ് കൈ കൊടുത്തപ്പം വീണ ജോർജ് ഇങ്ങനെയാ. അപ്പോഴാണ് പെട്ടെന്ന് തിരക്കഥ തെറ്റി. കാരണം കഴുത്തൊടിഞ്ഞ ഒരാള് ഫോൺ ഇങ്ങനെ വെച്ച് സംസാരിക്കുമല്ലോ, ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വീണ ജോർജിന് കാര്യം മനസ്സിലായി. അപ്പോഴാണ് വീണ ജോർജ് കയ്യിലെടുത്ത് കണ്ട് ഇങ്ങനെ സംസാരിച്ചത്. എന്റെ വീണ ജോർജെ പൊട്ടിപ്പോയി, നിങ്ങൾ പൊട്ടി നാറി. അപ്പോൾ കൂട്ടരെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഫുള്ള് നാടകം അല്ലേ, ഫുള്ള് നാടകം കളി. ഈ നാടകം കളിച്ചാൽ രക്ഷയുണ്ടോ? തൽക്കാലത്തേക്ക് ഇപ്പൊ എന്തെല്ലാം സംഭവം എന്നറിയോ? ഒന്ന്, ഈ ഡോക്ടർമാർ 11 ദിവസമായി, പാവം ഡോക്ടർമാർ, അവർ 10 വർഷമായി ശമ്പളം പരിഷ്കരിച്ചിട്ട്, മാത്രമല്ല കഴിഞ്ഞ ശമ്പളം പരിഷ്കരിച്ചതിന്റെ കുടിശ്ശിക പോലും ഡോക്ടർമാർക്ക് കിട്ടിയിട്ടില്ല. ഡോക്ടർമാർ സമരത്തിലാണ് 11 ദിവസമായി. മനസ്സിലാക്കണേ, ആരോഗ്യം ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. 11 ദിവസമായി സർക്കാർ ആശുപത്രികളൊക്കെ സ്തംഭിച്ച് കിടക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച നടത്തേണ്ടതായിരുന്നു. ഇനിയിപ്പം വീണ ജോർജിന്റെ കഴുത്തും കൊണ്ടിട്ട് വീണ ജോർജ് ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകും. അപ്പം ചർച്ച അപ്പോൾ പൊളിയാണ് എന്ന് പറഞ്ഞാൽ ചർച്ച നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, എനിക്ക് മനസ്സിലാത്തത്, ഇന്നലെ 4:30 മണിക്ക് മറ്റേ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ MRI സ്കാനിങ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് MRI സ്കാൻ നിർദ്ദേശിച്ചു. MRI സ്കാനിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല. MRI സ്കാനിങ്ങിന്റെ റിസൾട്ട് 10-12 മണിക്കൂറായിട്ടും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. MRI സ്കാൻ ഇനിയിപ്പം എങ്ങനെയെങ്കിലും തിരുത്തണമല്ലോ, കഴുത്തിന് ഒടിവ്, ചതവ് എന്നൊക്കെ ഇവർക്ക് പറയണമല്ലോ അല്ലേ. എൻ്റെ അന്തംകമ്മികളെ, ഗോവിന്ദ മാഷിന്റെ തൊണ്ട ഇടറിക്കൊണ്ടിരുന്ന എന്റെ വീണമോളുടെ കഴുത്തൊടിച്ചു, പിടിച്ചോടിച്ചു. എത്ര നാള് നിങ്ങൾ ഈ കള്ളവും കള്ളത്തിനും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റും? നിർത്തിക്കൂടെ ഇടും ഇതൊക്കെ?